ലെച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. നമുക്ക് ഏസ് ഓഫ് വാൻസ്, 9 ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് സോർട്സ്, ഈ 3 കാർഡ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വളരെയധികം അട്രാക്റ്റഡ് ആണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ആണുള്ളത്. അതായത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാം അത്രയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത്രയധികം എല്ലാ തരത്തിലും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ സെപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, നിങ്ങളുടെ വ്യക്തി, അത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ എക്സ് ആണെങ്കിൽ പോലും, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായി ഒന്നിച്ചുള്ള നിമിഷങ്ങൾ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. അത്രയധികം ഡിസയർ ആണ് അവരുടെ ഉള്ളിൽ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള അവരുടെ ആ ഒരു താല്പര്യം, അത് ആ ഒരു അട്രാക്ഷൻ, ഇപ്പോഴും അവർ അട്രാക്റ്റഡ് ആണ്. ഇപ്പോഴും റിലേഷൻഷിപ്പിൽ ഒരു പുതുമയും ക്യൂരിയോസിറ്റിയും എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ അവർ തയ്യാറല്ല. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ പലതരത്തില് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഫാമിലിയോടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മറ്റേതെങ്കിലും സ്ട്രഗിൾ എല്ലാം അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അതൊക്കെ അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി വളരെ ക്ഷീണിച്ച് ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിലും ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ചില വ്യക്തികളുടെ പേഴ്സൺസ് നിങ്ങളുമായി മനഃപൂർവ്വം തന്നെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അത് ഒരു പക്ഷേ ഈ വ്യക്തി വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് അവർ വളരെയധികം സ്പേസ് ആഗ്രഹിക്കുന്ന, അത് ഇൻഡിവിജ്വൽ സ്പേസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവർ എത്ര തന്നെ അടുപ്പമുള്ള വ്യക്തിയാണെങ്കിലും അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് വളരെ കൂടുതലായി ഇൻവോൾവ് ചെയ്യുന്ന രീതി അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒട്ടും തന്നെ അവരെ തിരിയാൻ അനുവദിക്കാതെ എപ്പോഴും അവരുടെ കാര്യങ്ങൾ എവിടെയാണ്, എന്താണ്, ആരുടെ കൂടെയാണ്, അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫോൺ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഒട്ടും തന്നെ അവർക്കൊരു ഫ്രീഡം കൊടുക്കാതെ നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ നിങ്ങളുടെ ഒരു സ്വഭാവം കാരണം കൊണ്ടാണ് അവര് നിങ്ങളിൽ നിന്നും ഒന്ന് അകന്ന് മാറി നിൽക്കുന്നത്. അവരിപ്പോ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ എങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ഇപ്പോഴും നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്. ആ ഒരു പുതുമയും ക്യൂരിയോസിറ്റിയും എല്ലാം ഇപ്പോഴും ഉണ്ട്. അവർ ഇപ്പോഴും നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിലവിൽ അവരൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് കൂടി കടന്നു കഴിഞ്ഞാൽ, അതായത് അവർ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാണ്. ആ ഒരു ചെറിയ സ്റ്റെപ്പ് കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്കറിയാം. പക്ഷെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഈ പേഴ്സണൽ സ്പേസ് ആണ്. ഇത് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ തയ്യാറാവണം. അത് നിങ്ങളെ മനസ്സിലാക്കിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് അവർ മാറി നിന്നിട്ടുള്ളത്. നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർ ഒട്ടും തയ്യാറുമല്ല. നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തണം. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവര് മുന്നിൽ കാണുന്നുണ്ട്. എത്രയും വേഗം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവര് കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത്
നിങ്ങളോട് വളരെ താല്പര്യമുണ്ട്, അട്രാക്ഷൻ ഉണ്ട്, ഡിസയർ ഉണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ കാര്യങ്ങൾ ലോജിക്കലായി കൂടി തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്നും അവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതില് വീണ്ടും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിക്കുന്നത്. ആ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രയധികം അട്രാക്ഷൻ ഇപ്പോഴും ഉണ്ട്, ആ പുതുമ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിനെ ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ തുടർന്നും പെരുമാറുന്നത് അവർക്കൊട്ടും താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിൽക്കുന്ന രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനാണ്, അതായത് ഇപ്പോൾ നിൽക്കുന്ന രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് ഇത് അവസാനിപ്പിക്കാൻ അവർ തയ്യാറും ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിപ്പോ ഈ വ്യക്തിക്ക് എന്നല്ല, ഏതൊരു വ്യക്തിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് വേണം. ഇനി എത്ര തന്നെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവരൊരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ഇൻഡിവിജ്വലിന് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും. നിങ്ങൾ ഒരു പക്ഷെ പേടിച്ചിട്ടായിരിക്കും നിങ്ങൾ എപ്പോഴും അവരെ അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അവരെ എവിടെയാണ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവര് നിങ്ങളെ വിട്ടു പോകുമോ, നിങ്ങളെ കൈവിട്ടു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത കൊണ്ടും ആ ഒരു ഓവർ പൊസസീവ്നെസ് കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഒരിക്കലും അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റമല്ല. അതൊരു പക്ഷെ നിങ്ങളോടാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ, നമ്മളോട് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് ഒട്ടും ഒരു വ്യക്തിക്കും കംഫർട്ടബിൾ അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തി വളരെയധികം ജെന്യൂൻ ആണ്, ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഈ വ്യക്തി നിങ്ങളെ അന്വേഷിക്കാതിരുന്നത് കൊണ്ട് എങ്ങോട്ടും പോവാൻ പോകുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ടാവും. നിങ്ങളോട് അത്രയും ജെന്യൂൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും കാണുന്ന ഒരു വ്യക്തിയാണ്. ആ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ വരുന്നില്ല. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുക. ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളോട് അത്രയധികം സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വ്യക്തി ഇമോഷണലായി മാത്രമല്ല ലോജിക്കലി കൂടി തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വരും വരായികകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും അനുകൂലമല്ലാത്ത സിറ്റുവേഷൻ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർ ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പേസ് കൊടുത്ത്, അവർ നിങ്ങൾക്ക് വേണ്ട സ്പേസ് തരും, നിങ്ങൾ അവർക്ക് വേണ്ട സ്പേസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ അവരും തയ്യാറാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ക്ലെയിം ചെയ്യുക. റെസനേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.